ശ്രീ ചാലമോഹനൻ കൂടി ചേരുകയാണ്. അദ്ദേഹം സമരസമിതിയുടെ നേതാവാണ്. ശ്രീ ചാലമോഹനൻ, ഇത് ഒഴിവാക്കാമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും നിങ്ങളുടെ ഇന്നത്തെ സമരത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ആവശ്യം, അതിനെ ആളുകൾ അംഗീകരിച്ചതാണ്. കാരണം ആർക്കും അതിനെ എതിർക്കാൻ കഴിയുകയില്ല, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം. പക്ഷേ എന്തിനാണ് ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഈ സമരമാർഗം ഇന്ന് സ്വീകരിച്ചത്? അല്ല, ഞങ്ങളങ്ങനെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തടയുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചല്ല ശരിക്കും ഹർത്താൽ ഉദ്ദേശിച്ചത്, ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താൽ അതൊരു ബന്ദ് പോലെ പ്രതീതിയാണ് വരുന്നത്. ഈ കേരളത്തിൽ ബന്ദ് നിരോധിച്ചൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ബന്ദ് നിരോധിക്കുന്ന സമയത്ത് അവസാനം നടത്തിയ ബന്ദ് അന്ന് പട്ടികജാതിക്കാരുടെ ഒരു ബന്ദാണ്. ആ ബന്ദിന് ശേഷമാണ് കേരളത്തിൽ ബന്ദ് നിരോധിച്ചത്. ആ ബന്ദാണ് പിന്നീട് അത് ഹർത്താലായി മാറിയത്. ഹർത്താൽ എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ നിലവിലെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല. മറ്റൊന്ന്, ആ പ്രതി എന്ന് പറയുന്ന ഈ റാം, അദ്ദേഹം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ്, അദ്ദേഹം SC ആണെന്നുള്ള തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് കോടതി കാണിക്കുകയും കോടതി അത് മനസ്സിലാക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് SC അല്ല, ഇദ്ദേഹം ആന്ധ്രയിലെ OBC വിഭാഗത്തിൽപ്പെട്ടത് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. പക്ഷേ കേരള പോലീസ് കണ്ണൂർ SP ചെയ്തത് ഈ പ്രതികളെ നിയമപരമായി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഉത്തർപ്രദേശിലെ നോയിഡയിൽ പോയി അതിവിദഗ്ധമായി 3 പ്രതികളെ അവർ സൃഷ്ടിച്ചെടുത്തിട്ട് ഇതിൽ ചില പ്രതികളെ മാറ്റുന്ന രീതി, അതായത് അവരെ പ്രതികളാക്കാനും ഈ അധ്യാപകരെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നപ്പോൾ ആ കുടുംബത്തിന് നീതി കിട്ടാതെ വന്നു. ആ നീതി കിട്ടാതെ വരുമ്പോൾ ഇവിടെ വാളയാർ കേസായിരുന്നാലും ബിന്ദുവിൻ്റെ കേസായിരുന്നാലും ഇത്തരം കേസുകൾ, മധുവിൻ്റെ കേസായാലും ഇത്തരം കേസുകളൊക്കെ സ്വാഭാവികമായി ഈ പട്ടികവർഗ പീഡന നിരോധന നിയമം രാജ്യത്തുണ്ടെങ്കിലും പക്ഷേ ഈ കേസുകൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്നു. അതേപോലെ തന്നെ നിതിൻ രാജിൻ്റെ കേസും ഈ സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചന, ഒരു പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണ വീഴ്ചകളോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ എന്നുള്ളത് കൊണ്ട് ആ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും നടത്തും പോലെ ഒരു ഹർത്താൽ നമ്മളും നടത്തി. ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം ജനങ്ങളുണ്ടാവും. ആ ജനങ്ങളുടെ ഒരു പക്ഷേ അവർ പ്രതികരിക്കുന്ന രീതി അവരുടെ ഉള്ളിലുള്ള അമർഷമായിരിക്കും. ആ അമർഷം ഒരു പക്ഷേ സാധാരണ ജനങ്ങളുടെ യാത്രയ്ക്കും ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ശ്രീ മോഹനൻ. കാരണം ഇത് ശരിയാണ്, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോടെല്ലാം സമ്മതിക്കുന്നു. ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നിതിൻ രാജിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള സമരം വേണ്ട, തൻ്റെ മകന് നീതി കിട്ടുവാൻ എന്നുള്ളതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. നിങ്ങളിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതൃത്വം പരാജയപ്പെട്ടു. ഈ സമരത്തിന് ആഹ്വാനം ചെയ്ത 52ഓളം സംഘടനകളുണ്ടല്ലോ, അവർ ഇതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. അതായത് ജനം ഇന്ന് അനുഭവിക്കേണ്ടതെല്ലാം പോലീസ് ജനങ്ങൾക്ക് പിന്തുണ നൽകിയില്ല. നിങ്ങളെ ഒരിടത്തും തന്നെ തടയാൻ പോലീസ് എത്തിയിരുന്നുമില്ല. അത് കണ്ടതാണ് ദൃശ്യങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു പലയിടങ്ങളിൽ നിന്നും. പക്ഷേ ഒരിടത്തും അത് കണ്ടതുമില്ല, പോലീസ് നോക്കിയിരുന്നു. പിന്നെയുള്ളത്, ഈ സർക്കാരിന് മുന്നിൽ ഇങ്ങനെയൊരു സമരം നടത്തി, ഇങ്ങനെയൊരു ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന കാര്യമുണ്ട്. സർക്കാർ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് ഫലം അറിയാനിരിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിനും ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. എങ്ങനെയെങ്കിലും നടക്കട്ടെ ആ ഹർത്താൽ എന്ന രീതിയിലാണ് സർക്കാരും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ബുദ്ധിമുട്ടിയ മുഴുവൻ ജനങ്ങളാണ്. അല്ല, ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വലൊക്കെ വെച്ച് നോക്കുമ്പോൾ പല സ്ഥലത്തും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നെ ഈ ജനത പ്രതിഷേധിക്കേണ്ടത്? അപ്പോൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം കേരളം മൊത്തമുള്ളൊരു ഹർത്താലാണ്, പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഈ ഹർത്താലാണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങൾ അതിൽ കുറച്ചുപേര് സഹകരിച്ചു, ബഹുഭൂരിപക്ഷ പേരും സഹകരിച്ചില്ലേ. എന്തുകൊണ്ട്? ഇത് പട്ടികജാതിക്കാർ നടത്തുന്ന ഹർത്താലാണ്, ഈ ഹർത്താലിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടോ ശ്രീ ചാലമോഹനൻ? കാരണം ഈ പറയുന്ന എതിർക്കുന്നവർ പോലും നിങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. ഇന്ന് ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ്. തമ്പാനൂരൊക്കെ കണ്ടല്ലോ, എത്ര നേരമാണ് ആ ബസ്സുകളിൽ അവരെ തടഞ്ഞു നിർത്തിയത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സമരക്കാർ ഇടപെട്ട് ആ ബസ്സുകൾ വിടാൻ അനുവദിക്കാമായിരുന്നു.
കാരണം അവർക്ക് വേറെ മാർഗമില്ല. ശ്രീ ചാലമോഹനൻ, ഇപ്പോൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതിനോട് ജനം സഹകരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു രക്ഷപ്പെടുവാൻ കഴിയും ഈ ഘട്ടത്തിൽ? അല്ല, അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഹർത്താൽ നടത്തിയ അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആദ്യമേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങളും ഈ അറസ്റ്റ് ആദ്യമേ ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. രാവിലെ തന്നെ അറസ്റ്റ് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് വരിച്ച് അതിൻ്റെ പ്രതിഷേധമായി ഞങ്ങൾ ക്യാമ്പുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, ആ ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അത്തരത്തിലൊരു അറസ്റ്റിന് വേണ്ടി ശ്രമിക്കാതെ ജനങ്ങളെ കൂടുതൽ ഈ ഹർത്താൽ നടത്തിപ്പുകാരെയും അല്ല ഹർത്താലിനെതിരെയും ജനങ്ങളെ കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗം ചെയ്യാതെ വരുമ്പോൾ ഈ ഹർത്താൽ നടത്തിയ ഞങ്ങളെല്ലാം അവിടെ തന്നെ നിന്നു. പക്ഷേ അപ്പോൾ തിരിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഹർത്താലിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി എന്ന് പറയില്ലേ? തീർച്ചയായിട്ടും അത് ശാരീരികമായി മർദ്ദിച്ചാൽ മാത്രമേ പറയുള്ളൂ. എന്നാൽ ഇപ്പോൾ തമ്പാനൂരെ സംബന്ധിച്ചോളം അവിടെ ആ ഫോർട്ട് AC അദ്ദേഹം വന്നു എല്ലാവരെയും പിടിച്ചൊക്കെ മാറ്റി തള്ളി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ബലം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുമായി ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നെ പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിന് സന്ദേശം കിട്ടി, അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. അപ്പോൾ ജനങ്ങളെ കൊണ്ട് ഹർത്താലിനെതിരെ സംസാരിക്കാൻ വേണ്ടിയും പോലീസും ശ്രമിച്ചു എന്നുള്ളതാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ, രണ്ട് കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.